നമസ്കാരം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും നമ്മുടെ ഷാജി പാപ്പനിലെ ഡ്യൂഡും തമ്മിൽ എന്താണ് ബന്ധം? കേൾക്കുമ്പോൾ അതിശയം തോന്നിയേക്കാം. പക്ഷേ ഡ്യൂഡിന്റെ ആ ഒരു സ്റ്റൈലിഷ് നടത്തത്തിന് പിന്നിൽ ഒരു അന്താരാഷ്ട്ര കണക്ഷൻ ഉണ്ട്. ആടുത്രേ തിയേറ്ററുകളിൽ തകർപ്പൻ പ്രകടനം നേടുമ്പോൾ തന്റെ കഥാപാത്രത്തിന്റെ രഹസ്യം പരസ്യമാക്കിയിരിക്കുകയാണ് നടൻ വിനായകൻ. മലയാള സിനിമയുടെ ചരിത്രത്തിൽ വലിയൊരു അത്ഭുതമാണ് ആടെന്ന ഫ്രാഞ്ചൈസി സൃഷ്ടിച്ചിരിക്കുന്നത്. 2015 ആട് ഒരു ഭീകരജീവിയാണ് തിയേറ്ററുകളിൽ എത്തിയപ്പോൾ ആരും കരുതിയില്ല ഇതൊരു കൾട്ട് ക്ലാസിക്കായി മാറുമെന്ന്. അന്ന് തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമ പക്ഷേ സോഷ്യൽ മീഡിയയിലും ടോറന്റിലും തരംഗമായി. ഷാജി പാപ്പനും പിള്ളേരും മലയാളികളുടെ ചർച്ചാ വിഷയമായി മാറി. ആ സ്നേഹമാണ് മിഥുൻ മാനുവൽ തോമസിനെയും വിജയ് ബാബുവിനെയും രണ്ടാം ഭാഗം എടുക്കാനായി പ്രേരിപ്പിച്ചത്. 2017 ആട് 2 വന്നപ്പോൾ അത് ചരിത്ര വിജയമായി മാറി. ഇപ്പോൾ ഇതാ വർഷങ്ങൾക്കിപ്പുറം ആട് 3 തിയേറ്ററുകളിൽ എത്തുമ്പോൾ ആരാധകർ അതിലേറെ ആവേശത്തിലാണ്. ആട് സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും ഹിറ്റാണ്. പക്ഷേ അതിൽ വില്ലൻ വേഷത്തിൽ വന്ന് കയ്യടി നേടിയ ഒരാളുണ്ട്, നമ്മുടെ ഡ്യൂഡ്. വിനായകൻ എന്ന നടന്റെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രം തന്നെയായിരുന്നു ഡ്യൂഡ്. ലുക്കിലും സംസാരത്തിലും നടത്തത്തിലും ഡ്യൂഡ് ഒരു പ്രത്യേക ടൈപ്പാണ്. ഗൗരവക്കാരനാണെന്ന് തോന്നിപ്പിക്കുമെങ്കിലും ഡ്യൂഡിന്റെ ഓരോ ചലനവും പ്രേക്ഷകരെ ചിരിപ്പിക്കാറുണ്ട്. മൂന്നാം ഭാഗത്തിലും ഡ്യൂഡ് തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ കളം നിറയ്ക്കുകയാണ്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ച ഡ്യൂഡിന്റെ നടത്തത്തെ പറ്റിയാണ്. ആട് 3 പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിൽ വിനായകൻ തന്നെ ആ രഹസ്യം വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഡ്യൂഡിന്റെ ആ ഒരു പ്രത്യേക വാക്കിംഗ് സ്റ്റൈൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റേതാണ്. വിനായകൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഡ്യൂഡിന്റെ വാക്കിംഗ് സ്റ്റൈൽ ഇതിനു മുമ്പ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കണ്ടാൽ അറിയാം വിനായകൻ ഇത് എവിടുന്നാണ് അടിച്ചു മാറ്റിയതെന്ന്. പുടിൻ അങ്ങനെയാണ് നടക്കുന്നത്. ഒരു അഭിനേതാവ് എന്ന നിലയിൽ വിനായകന്റെ നിരീക്ഷണ പാഠവുമാണ് ഇവിടെ തെളിയുന്നത്. പുടിന്റെ ഗാംഭീര്യമുള്ള ആ നടത്തം ഒരു കോമഡി പശ്ചാത്തലമുള്ള വില്ലൻ കഥാപാത്രത്തിന് നൽകിയപ്പോൾ അത് പ്രേക്ഷകർക്ക് പുതിയൊരു അനുഭവമായി മാറുകയായിരുന്നു. സിനിമയിൽ കാണുന്ന അത്ര എളുപ്പമല്ല ഷൂട്ടിംഗ് എന്നും വിനായകൻ വ്യക്തമാക്കുന്നുണ്ട്. ആട് 3 കുതിരപ്പുറത്തുള്ള ചില രംഗങ്ങളുണ്ട്. അതിനെക്കുറിച്ച് താരം പറയുന്നത് രസകരമാണ്. താൻ ഏറ്റവും കൂടുതൽ ദൈവത്തെ വിളിച്ച് അഭിനയിച്ച പടമാണിത്. കുതിരപ്പുറത്ത് കയറി ശരിക്കും പേടിച്ചു. നിങ്ങളൊന്ന് കയറി നോക്ക്, അപ്പോഴറിയാം അതിന്റെ പണി. വാങ്ങുന്ന കാശിന് കൃത്യമായി ജോലി ചെയ്യുക എന്നതാണ് തന്റെ നയമെന്ന് പറയുന്ന വിനായകൻ ഓരോ ചെറിയ കാര്യങ്ങളിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാറുണ്ട്. അത് വിനായകന്റെ മാത്രം ഒരു സ്റ്റൈലാണ്. തിയേറ്ററുകളിലെത്തിയ ആട് 3 വമ്പൻ സ്വീകരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പഴയ കഥാപാത്രങ്ങളെല്ലാം അതേ ആവേശത്തോടെ തിരിച്ചെത്തിയപ്പോൾ മിഥുൻ മാനുവൽ തോമസ് വീണ്ടും മാജിക് കാട്ടിയിരിക്കുകയാണ്. വിഷ്വൽ, മ്യൂസിക്, കോമഡി എന്നിവയിലെല്ലാം ചിത്രം ഒരുപടി മുന്നിലാണെന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഷാജി പാപ്പനും ഡ്യൂഡും വീണ്ടും നേർക്കുനേർ വരുമ്പോൾ തിയേറ്ററുകൾ പൂരപ്പറമ്പാവുകയാണ്. മലയാള സിനിമയിൽ ഇതുപോലെ മറ്റൊരു ഫ്രാഞ്ചൈസി ഉണ്ടോ എന്ന് സംശയമാണ്. പരാജയപ്പെട്ട ഒരു സിനിമയെ ജനങ്ങൾ നെഞ്ചിലേറ്റി വിജയത്തിലെത്തിച്ച അപൂർവ കാഴ്ച. ഡ്യൂഡിന്റെ പുടിൻ സ്റ്റൈൽ നടത്തവും പാപ്പന്റെ മാസ് ഡയലോഗുകളും ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു. ആട് 3 ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിലേക്ക് നടന്നു കയറുമെന്നത് ഉറപ്പാണ്. മലയാള സിനിമയിൽ വിനായകൻ എന്ന നടന്റെ സ്ഥാനം വളരെ സവിശേഷമാണെന്ന് അറിയാമല്ലോ. നടൻ, നർത്തകൻ, സംഗീത സംവിധായകൻ എന്നീ നിലകളിലൊക്കെ അദ്ദേഹം തന്റെ പ്രതിഭ തെളിയിച്ചിട്ടുണ്ട്. ആട് 3 തിയേറ്ററുകളിൽ തരംഗം സൃഷ്ടിക്കുമ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഡ്യൂഡ് എന്ന സ്റ്റൈലിഷ് വില്ലൻ കഥാപാത്രത്തെയാണ്. തോൽവിയിൽ നിന്ന് ഉദിച്ചുയർന്ന ആട് ഫ്രാഞ്ചൈസിയിൽ ഡ്യൂഡ് എപ്പോഴും ഒരു വിസ്മയമാണ്. 2015 ആട് ഒരു ഭീകരജീവിയാണ് തിയേറ്ററുകളിൽ എത്തിയപ്പോൾ വലിയൊരു പരാജയമായിരുന്നു. എന്നാൽ സോഷ്യൽ മീഡിയ ടോറന്റും സിനിമയെ ഏറ്റെടുത്തു. ഷാജി പാപ്പനും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ മലയാളികളുടെ പ്രിയപ്പെട്ടവരായി മാറി. ഈ സ്നേഹമാണ് മിഥുൻ മാനുവൽ തോമസിനെയും വിജയ് ബാബുവിനെയും രണ്ടാം ഭാഗം എടുക്കാൻ പ്രേരിപ്പിച്ചതെന്ന് തന്നെ പറയാം. 2017 ആട് 2 ചരിത്ര വിജയമായി മാറുകയും ചെയ്തു. ഇപ്പോൾ ഇതാ ആട് 3 തിയേറ്ററുകളിൽ എത്തുമ്പോൾ ആരാധകർ അതിലേറെ ആവേശത്തിലാണെന്ന് തന്നെ പറയേണ്ടി വരും.